ഇതാണ് ആറ്റുവാള. ആറ്റുവാള. വലിയ രജവതല്ലേ? കടലിന് പിടിക്കുവോ ആറ്റുവാളയും കൊണ്ട് ഇതുവഴി വന്നാ? ഓ തളർന്നു. പിടിക്കണോ ഞാൻ അത്? വേണ്ട, ഞാൻ വെച്ചോളാം. കൊള്ളാലോ. ഇതെന്താന്ന് എന്റെ ചക്കരമുത്തിന് മനസ്സിലായോ? മനസ്സിലായില്ലല്ലോ. ഇല്ല ഇല്ല. ഇതാണ് ആറ്റുവാള. ആറ്റുവാള. ഓ ഞങ്ങൾ അങ്ങ് ആറ്റിൽ പോയിരുന്നില്ലേ? ഓ പിന്നെ എന്നിട്ട് കടല് വഴി ഒക്കെയാണ് വന്നത്. ഞാൻ കഴിച്ചിട്ടില്ല ഈ മീന്. നല്ല മീനാണ് അമ്മ ഇത്? ആ നല്ല മീനാ. അമ്മ കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടുണ്ടോ? ആ ഒരു 5 വയസ്സിന്. സത്യമായിട്ട് തന്നെ 5 വയസ്സ്. 5 വയസ്സ്. പക്ഷെ കൊള്ളാം. 65 വർഷങ്ങൾ കഴിഞ്ഞു. 5 വയസ്സ്. ഓ ശരിയല്ലേ? 65 വർഷങ്ങൾക്ക് മുമ്പാ കഴിച്ചേ. പക്ഷെ എനിക്കിപ്പോ ആ ടേസ്റ്റ് ഒന്നും ഓർമ്മയില്ല. പിന്നെ 65 വർഷം മുമ്പ് കഴിച്ചു എന്നുള്ളത് എനിക്ക് അറിയാം. ഈ വെള്ളം കയറിയപ്പോഴേ ആ മഴ പെയ്ത് ആറ്റിലെല്ലാം വെള്ളം നിറഞ്ഞപ്പോ വയലിലൊക്കെ ഈ മീൻ ഇറങ്ങി. അങ്ങനെ എൻ്റെ അച്ഛൻ വെട്ടിപ്പിടിച്ചതാ. വെട്ടിപ്പിടിച്ചെന്ന് പറഞ്ഞാൽ ചൂണ്ടിയിട്ട് പിടിച്ചതാണ്? അല്ല ഈ വെട്ടുകത്തി ഇല്ലേ? വെട്ടുകത്തി അറിയാവോ? ആ അത് വെച്ച് വയലിലല്ലേ, അപ്പം വെള്ളം കുറേ ഇല്ലല്ലോ. ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഇതായിട്ട് അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുമ്പോ അങ്ങനെ വെട്ടിപ്പിടിച്ച്. പൊരിക്കുന്ന മീനാണ് ഇത്? ഇപ്പൊ നമ്മളെന്താ ചെയ്യും? നമ്മളപ്പോ കറി എന്തായാലും വേണമല്ലോ. കറി വേണം. കറി വേണമല്ലോ. കപ്പ വെക്കാല്ലേ? പോട്ടാ ഞാൻ എന്താ ചെയ്യണം ഇനി? കപ്പ അമ്മായി കപ്പ ഒരുക്കി, ഇവള് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒരുക്കട്ടെ. ഓക്കെ, ഞങ്ങള് പോണം. ആ ശരി. വാ.
അടുത്ത മഴ വരുവാണ്. തോർച്ചയിൽ പോയി മീൻ വാങ്ങിയത് നന്നായി കേട്ടോ. അതെ അതെ. ഓ പറ്റ വെട്ടില് ഓൾറെഡി കുറെ വിറക് കൊണ്ട് ഇനി കുത്തി കയറ്റാതെ. നമുക്കേ ഇതിവിടെ ഇരുന്ന് വേവിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. തരാം. വാ. ഇത് അമ്മായിക്ക് പറ്റിയ സാധനമാണ്. ഏത്? അല്ല, അമ്മായിക്ക് പിന്നെ ഷുഗർ ഇല്ല, അത് കാരണം കുഴപ്പമില്ല. ഷുഗർ, BP അതൊക്കെ ഉള്ളവർക്ക് നല്ല സാധനം അത്. പക്ഷെ കഴിക്കാൻ ഒരു വികാരം ഇല്ലാത്ത, ഇല്ലാത്തവർക്ക് കഴിച്ചാലും വരാതിരിക്കുമല്ലോ. അങ്ങനെ എനിക്കറിയത്തില്ലേ. ഒരു വികാരം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാനിത് വികാരം വരാൻ വേണ്ടിയിട്ടാണ് ഉപ്പും മുളകും ഇടുന്നത്. അളുവിന് ഇതാ ഞാൻ മുറിക്കാം. മുറിക്കുന്നുണ്ടല്ലോ. ഞാൻ അമ്മായി കടിച്ചേ കഴിക്കുള്ളൂ. കഴിച്ചു കഴിച്ചു. കഴിച്ചോ നല്ലോണം കഴിച്ചോ. അമ്മായിക്ക് എടുത്ത് തരണ്ടല്ലോ, കഴിച്ചോളൂല്ലോ. മതി. അവിടെ വയ്ക്കാതെ. ചേച്ചി കഴിച്ചിട്ട് ഞാൻ കഴിച്ചിട്ട് പോവാം. എന്താ ഉള്ളി സാധാരണ കടുക് പൊട്ടാൻ എന്ത് പാടാ. ഇന്ന് ഭയങ്കര എളുപ്പം. എന്താ കാര്യം പറ. ഞാനാണ് ആ തീ കത്തിച്ചത്. അല്ല, പിന്നെന്താ? അതുകൊണ്ടല്ല, പിന്നെന്താ? വേറൊരു കാര്യമുണ്ട്. പറ വേറെ കാര്യം. പറ. എണ്ണ നല്ലോണം ചൂടായപ്പോ എണ്ണ എപ്പോഴും ചൂടാവും. പിന്നെന്താ? എടോ, സാധാരണ നമ്മൾ മുറ്റത്ത് നിന്ന് ചെയ്യും. ആ. ഇന്ന് മഴയായതുകൊണ്ട് നമ്മൾ അകത്തുനിന്ന് ചെയ്തു. അപ്പൊ എന്താ, കാറ്റില്ല, തീ നന്നായി കത്തുന്നു, അപ്പോ കടുക് നന്നായി പൊട്ടി. അമ്മ ചുന്ദരിയല്ലേ. ഇനി സൂചിപ്പിക്കണ്ട. അതെന്താ ഒന്ന് സൂചിപ്പിച്ചത് എന്താ കാര്യം എന്നറിയോ? ഒരു കാര്യം ഞാൻ എടുക്കാൻ മറന്ന്. എന്താണ്? എന്താ പറ. നിങ്ങൾ പറ. ഒരു കാര്യല്ലേ? ഉപ്പ. ഇനി ചെല്ലേ, ഇനി കൊഞ്ചിപ്പിക്കണ്ട അമ്മായി. ചെല്ലേ, നീ പോയിട്ട് വാ. പറയണ്ടായിരുന്നു. എന്താ ഉപ്പ് ഇവിടെ. ഇനി നീ പറ. സാധാരണ നമ്മൾ ഈ പാചകം ചെയ്യുമ്പോൾ ഈ കടുകിൻ്റെ ഒച്ച, പൊട്ടണ ഒച്ച കേൾക്കാൻ പാടാ, കേൾക്കൂല. ഇന്ന് കടുകിൻ്റെ ഒച്ച കേട്ടു. എന്തുകൊണ്ട്? വെള്ളം ഇരുന്നുണ്ട്. വെള്ളമായിരുന്ന കടു പൊട്ടും. എണ്ണ ചൂടായോണ്ട്. എണ്ണ ചൂടായി. എപ്പോഴും നമ്മൾ ചൂട് എണ്ണയിലാണല്ലോ ഇടാറ്. പറഞ്ഞോടക്ക്. പറയരുത്. കറിവേപ്പിലിട്ടുണ്ട്. അല്ല, കായ്പിടിയ. അല്ല. അതിനകത്ത് കറിവേപ്പില ഉണ്ടാ. എന്തുകൊണ്ട്? എന്തുകൊണ്ടാ? നീ ചെവിയുള്ളതുകൊണ്ട്. അയ്യോ, കുസൃതി അല്ല. അല്ല. ഞാൻ പറഞ്ഞുതരാം. കാറ്റിന്റെ ഒച്ചയുണ്ടോ? കാറ്റില്ല. അവിടെ നിത്തിരി എന്തൊക്കെയോ കേട്ട്. അവിടെ നിത്തിരി അത് കോപ്പി അടിച്ച് പറയാൻ നോക്കണേ.
തോറ്റെന്ന് പറ. എന്തുവാ കാറ്റ് ഉള്ളോണ്ടോ? കാറ്റുള്ളതുകൊണ്ട് പുറത്ത് ആവുമ്പോഴും തീ കത്തൂല, അപ്പോൾ എണ്ണയും ചൂടാവില്ല, കടുക് പൊട്ടാൻ താമസിക്കും. എടാ നമ്മൾ സാധാരണ പുറത്തുനിന്ന് ആണല്ലോ കുക്ക് ചെയ്യണത്. അപ്പോൾ കാറ്റ് വരണതുകൊണ്ട് നമുക്ക് ചൂടിൻ്റെ ഇത് മാറിപ്പോകുമല്ലോ, മനസ്സിലായ? ദിശ മാറി. ദിശ മാറിപ്പോകുന്നതുകൊണ്ട് ദിശ മാറിപ്പോകുന്നതുകൊണ്ട് കടുക് പൊട്ടാറില്ല. പൊട്ടും, നമ്മൾ കുറേ നേരം കാത്തു നിൽക്കണം. ഇന്ന് ടപ്പ എന്ന് പറഞ്ഞ് പൊട്ടി. അപ്പൊ എനിക്കത് ഭയങ്കര സന്തോഷമായി. ആ സന്തോഷം ഞാനൊന്ന് പങ്കിട്ടതാണ്. അതൊരു ചോദ്യമായിട്ട് നിലനിന്നു. മനസ്സിലായോ? ഇപ്പൊ പിടികിട്ടിയാ? മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായോ? ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ അങ്ങോട്ട്. പെണ്ണുങ്ങൾ വലത് കൈയിലും ആണുങ്ങൾ ഇടത് കൈയിലും വാച്ച് കെട്ടുന്നത് എന്തുകൊണ്ട്? വാച്ച് കെട്ടുന്നത് എന്തുകൊണ്ട്? കൈ കൊണ്ട്. അത് എന്തുകൊണ്ട്, അത് എന്തിനാണ്, അങ്ങനെയൊക്കെ ഇപ്പൊ നിങ്ങൾ ആൻസർ പറയും. എന്തിനായിരിക്കും അമ്മായി? എനിക്കറിയില്ലേ. എനിക്കും അറിയില്ല. തോറ്റാ? സമയം നോക്കാൻ. അമ്മായി 2 കറിവേപ്പില എടുത്തിട്ട് അമ്മായി. എനിക്ക് അടുത്ത് ഞാൻ ചോദിക്കട്ടെ. അല്ല, ഞാൻ ചോദിച്ച എന്റെ ആൻസർ അവിടെ കറക്റ്റ് ആയിരുന്നു. എന്തുകൊണ്ട്? ഇനി ഞാൻ ചോദിക്കാം. ഡബിൾ മീനിങ് എടുക്കരുത്. ആദ്യമേ ഞാൻ പറയാം. പെണ്ണുങ്ങൾക്ക് 2ഉം ആണുങ്ങൾക്ക് 1ഉമുള്ള സാധനം. പെണ്ണുങ്ങൾക്ക് 2ഉം ആണുങ്ങൾക്ക് 1ഉം. എന്താമ്മായി? ഞാൻ ആ ക്ലാസ്സിൽ പോയില്ലായിരുന്നു. ആ ക്ലാസ്സിൽ ആബ്സെന്റ് ആയിരുന്നു. ഭയങ്കര കുസൃതിയാ. തോറ്റു. ഇംഗ്ലീഷ് ഒരു കുഴു പറയാം. ഇംഗ്ലീഷ് പറഞ്ഞാൽ ഇത് വർക്കൗട്ട് ആവൂല. വുമൺ മെൻ എന്ന് പറഞ്ഞാൽ ഇത് വർക്കൗട്ട് ആവൂല. പെണ്ണ് ആണെന്ന് പറഞ്ഞാൽ വർക്കൗട്ട് ആവും. പെണ്ണ് എന്റെ ക്ലൂ ആണ് വർക്കൗട്ട് ആയ. അയ്യേ, ഇത് വളിച്ചതായി പോയി. അല്ല, നല്ലയാ. കുസൃതിയൊന്നും അല്ല, ഇത് വളിച്ചത്. എനിക്ക് ചേച്ചി ബുദ്ധി ഉപയോഗിക്കണം. എനിക്ക് ഞാൻ പറയട്ടാ. ഓട്ടത്തിൽ 1ആമൻ, പേരിൽ 2ആമൻ, സ്ഥാനത്തിൽ 3ആമൻ. ആര്? ഇതില്ലാണ്ട് ഈ ലോകത്ത് ആർക്കും ജീവിക്കാൻ പറ്റില്ല. ആർക്കും. അത് അമ്മായി പറയും. ജീവികൾക്ക് പോലും. ഒന്ന് മാറിത്തരോ? അല്ലെങ്കിൽ എനിക്ക് ആ കാശ്മീരി ചില്ലി എടുത്താ. ഇതല്ലേ? പറ. ഇതാണോ? അതന്നെ കാശ്മീർ. പറ. ഇതില്ലാണ്ട് ആർക്കും ജീവിക്കാൻ പറ്റില്ല. എല്ലാരും ഇത് എല്ലാ പ്രാവശ്യവും നോക്കും. മല്ലിപ്പൊടി. മല്ലിപ്പൊടി. എന്റെ മസാല കരിയാണ്. ഞാൻ ചോദിച്ച ഞാൻ ഇളക്കും. മഞ്ഞപ്പൊടി. ഉലുവാപ്പൊടി. അറിഞ്ഞൂടെന്ന് പറഞ്ഞാ പോലെ ഈ കട ഉരുണ്ട് കളിക്കണം. എന്തിനാ? ഉലുവാപ്പൊടി. പറ. ഉത്തരം പറ. ഇളക്കണം. ഇത് വേണ്ടേ? ഈ മുളക് പൊടി വേണ്ടേ? ആ മുളക് പൊടി. ആ മുളക് പൊടി ഇട്ട അമ്മായിക്കാണ് പണി കിട്ടണേ. അതാണ് എരിവുള്ളത്. അല്ലെങ്കിൽ ഒട്ടും എരിവില്ലാണ്ടായിപ്പോ. അല്ല, ഞാൻ കഴിച്ചാലും കുറച്ചല്ലേ കഴിക്കുള്ളൂ. ബാക്കി നിങ്ങൾക്കൊക്കെ പണി കിട്ടൂലല്ലോ. എന്റെ പൊന്നോ. അമ്മയ്യ തക്കാളി. നീ ഇളക്കുമാളൂ. ഞാൻ ക്വസ്റ്റ്യൻ അതിനെ കേട്ടില്ലല്ലോ. പറയാ. ഓട്ടത്തിൽ 1ആമൻ, പേരിൽ 2ആമൻ, സ്ഥാനത്തിൽ 3ആമൻ. ഇതില്ല നമുക്ക് പറ്റൂല. ഈ ലോകത്തിലൊന്നും പറ്റൂല. ഒന്നും നടക്കൂല. പ്രത്യേകിച്ച് റെയിൽവേ സ്റ്റേഷൻസ്, എയർപോർട്ട്, അതൊക്കെ. സമയം, ക്ലോക്ക്. റിലേറ്റഡ് ടു ദാറ്റ്. പറയണ്ടേ റെയിൽവേ സ്റ്റേഷൻ ഒക്കെ. ഇത് ക്ലൂ കുറച്ച് അത്ര വരെ എത്തി എന്റെ ആൻസർ. നല്ല ക്ലോസ് ആണ്. ഇപ്പൊ ഭയങ്കര നമ്മൾ ഹോട്ട് ആൻഡ് കോൾഡ് എന്നൊക്കെ പറഞ്ഞ ഗെയിംസ് ഇല്ലേ? ചേച്ചി ഇങ്ങനെ ചൂട്ടിൽ ഇങ്ങനെ തൊട്ട് അടുപ്പിനകത്താണ്. ഇത് കത്തിയാ മതി. ട്യൂബ് ലൈറ്റ് അല്ലേ ചേച്ചി? എന്നാലും അതെന്തായിരിക്കും അമ്മായി? അമ്മയെ ഒന്ന് പറയാട്ടെ ആൻസർ ഒക്കെ. ഞാൻ എന്നെ കൊണ്ട് ഏതെങ്കിലും കോളേജിൽ കൊണ്ടാക്കി ഞാൻ പഠിച്ചിട്ട് വരാം.
ഇത് പറയണേ പഠിക്കൊന്നും വേണ്ട അമ്മായി, ബുദ്ധിമതി. അതാണ് ചേച്ചി പറയാത്തത്. അതാണല്ലോ എനിക്ക് വാച്ചും ക്ലോക്കും സമയവും വരെ എത്തിയത്. പിങ്ക് സജിത സിംഗ് പിങ്ക് സിങ്ക് കാല് കാലാ നടന്നെത്തണ്ടേ അവിടെ വരെ. തോറ്റ് നീ പറ. ചേച്ചിക്ക് ഞാൻ ഇത് പ്രിപ്പയർ ആയി ഫുഡ് കഴിക്കാൻ ടേബിളിൽ ഇരിക്കുന്ന ആ ടൈമിൽ സമയം തരാം. അതല്ലാത്ത പരിപാടിയാ പോയിട്ട്. അത് ഞാൻ സമയം തരാം. വേറൊരു ക്ലൂ ഉണ്ട്, അത് പറഞ്ഞു പോവും ചേച്ചി. അന്ന് പറ പറ ഇല്ല, പറ. ഇല്ല. എനിക്ക് ബുദ്ധി ഉണ്ടോന്ന് അറിയണമല്ലോ. അതില്ല. പറ. നമ്മളിങ്ങനെ പറയും ഇത് അത്രയും വാല്യുബിൾ ആണ് ലൈഫിൽ എന്ന് പറയും. ഭക്ഷണം. ഇതിന്റെ കാര്യം മാത്രമേ ഉള്ളൂ ഓർമ്മ. എന്റെ ആൻസർ സമയം തന്നെ മാളൂ. ചേച്ചി ഭയങ്കരമായിട്ട് അടുത്തെത്തി. ഇത് ഇടയ്ക്കിടയ്ക്ക് ചേച്ചി ഇത് ഓർത്ത് ടെൻഷൻ അടിക്കും. അടിക്കണോ? അടിക്കും. ടെൻഷൻ അടിക്കോ? രസം കണക്കൊണ്ട് കാണാൻ. അതെ, ഒരു കാര്യം ചെയ്ത് ഇരുന്ന് തിളക്കട്ടെ. നമുക്ക് അപ്പോൾ എന്തെങ്കിലും സ്നാക്സ് കഴിച്ചിട്ടും വരാം. ബാ, അത് അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. തിളക്കട്ടെ. വേഗം വരാം. ലൈനപ്പ്. ചായ താമളു. ചായ കുടിച്ചിട്ട് പെണ്ണിന് ഇഷ്ടമായോ എന്ന് പറയാം. നിന്നെ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമാണല്ലോ. അമ്മായി കൊടുക്കുന്നില്ലേ? അമ്മയ്ക്ക് ചായ ഇപ്പൊ തരട്ടെ? ഇപ്പൊ തരണോ? എന്നതാ നിന്നെ ഇഷ്ടപ്പെട്ടു കേട്ടോ. താങ്ക് യു. ബിസ്ക്കറ്റും പാലും ആയിരുന്നു നല്ലത്. പഴയ ഓർമ്മ പുതുക്കലേ. ബിസ്ക്കറ്റ് വേണ്ടേ? ബിസ്ക്കറ്റ് വേണം. ഇത് 50-50. എനിക്കിത് എന്താ ഓർമ്മ എന്നറിയോ, മറ്റേ സ്കൂളിലൊക്കെ പണ്ട് ഒരു ഉപ്പ് ബിസ്ക്കറ്റ് ഇല്ല, റൗണ്ട് കുഞ്ഞിത്. അത് സ്നാക്സ് ആയിട്ട് പണ്ടൊക്കെ സ്കൂളിൽ തരുമായിരുന്നു മാളു. സ്കൂളിലെ ബിസ്ക്കറ്റ് സ്നാക്സ് ആയിട്ട് ഇത്രയൊക്കെ ഡെവലപ്പ് ആയ സ്കൂൾ അന്നുണ്ടോ? പണ്ട് മറ്റേ ഇങ്ങനെ റൗണ്ട് ബിസ്ക്കറ്റ് മറ്റേ നടുക്ക് ജെല്ലി ഉള്ള. അയ്യോ, ആരെങ്കിലും ഒരാൾ പറ, എനിക്ക് രണ്ടുപേരും കൂടെ പറയണ മനസ്സിലാവണം. റൗണ്ട് ബിസ്ക്കറ്റില് പഞ്ചസാര തൂയിട്ട് നടുക്ക് ജെല്ലിയുള്ള ബിസ്ക്കറ്റ്. അയ്യോ, ബിസ്ക്കറ്റ് പോയി. ജെല്ലിയുള്ള ബിസ്ക്കറ്റ് ചേച്ചി ഞാൻ പറഞ്ഞ കേട്ടാ. ബിസ്ക്കറ്റ് വെള്ളത്തിൽ ചായ പോയതിന്റെ കോൺസെൻട്രേഷൻ എന്റെ മൊത്തം അങ്ങോട്ട് പോയി. പറയാനുള്ള പറയാനുള്ള നീ ഇന്നത്തെ കാലത്തുള്ള ബിസ്ക്കറ്റിനെ കുറിച്ച് പറയാം. ഞങ്ങള് പഴയ കാലത്തുള്ള ബിസ്ക്കറ്റ് ഇപ്പൊ കാണാനില്ല. നടുക്ക് ജെല്ലി ആയിട്ടുള്ള. എത്ര വയസ്സായി? നീ 18. അത്രല്ലേ ആയിട്ടുള്ളൂ. 18 വർഷം മുമ്പുള്ളതാണെങ്കിലോ? ഞങ്ങൾ അതിന് മുന്നിലുള്ള കാര്യം പറയണം. അപ്പൊ നിങ്ങളൊക്കെ അമ്മൂമാരായി. അമ്മൂമാരുടെ ആണല്ലോ ഇഷ്ടമായി ഞാൻ ജീവിക്കണേ. നിനക്കും ഇനി വലിയ ദിവസമൊന്നും ഇല്ല. ഒരു 38 വർഷം കൂടെ പോയാ പോരെ? അത് പോണ്ടേ? മറ്റന്നാളാന്ന് തോന്നുന്നു. എനിക്ക് സ്കൂളിലല്ല മഴ നന്നാക്കണം, അംഗനവാടിയിലാന്ന് തോന്നുന്നു. അംഗനവാടി കൊള്ളാല്ലേ? കൊള്ളാം. ഫ്ലേവർ വന്നു ഇപ്പൊ. എന്തോ? മീനിടാം. ചൂടാണ് അമ്മ. ആ സൈഡ് വന്നിട്ട് ഞാൻ ഇടട്ടെ? ഇട്ടോ. വലിയ വലിയ പീസ ആദ്യം ഇടണേ. വെള്ളമില്ല. ഇട്ടേരാം ചേച്ചി, ശരിയായിരിക്കും. ചാളമീനുക്കും വാളമീനുക്കും കല്യാണം. ഇത് ചെറുതീലിരുന്നൊന്നാവട്ടെ. അങ്ങോട്ട് താത്തിടുതാണ്ട് ആ കഷ്ണമൊക്കെ തിളയ്ക്കുമ്പോ പളപ്പളപ്പളാന്നും പറഞ്ഞ് തെറിച്ച് വീണോളൂ അമ്മായി. ഇനി നമ്മൾ വന്ന് തുറന്നു നോക്കുമ്പോ എല്ലാം സെറ്റായിരിക്കും.
അമ്മായി ഓ മാളൂരോട് പറയോ മഴയായതുകൊണ്ട് അകത്ത് സെറ്റ് ചെയ്യാൻ? ആ പറയാം. ഞാൻ വരണോ? വേണ്ട അമ്മായി, കഴിഞ്ഞു. ആ ദേവാത്ത് നോക്കി അങ്ങോട്ട് എടുത്തോളൂ. വെന്ത് ഉടഞ്ഞത് നോക്കി എനിക്ക്. വെന്തുടഞ്ഞത് ഉടഞ്ഞല്ലേ? അല്ല അല്ലേ, ഇത് അമ്മായിക്ക് പറ്റിയത് തന്നെ, നമുക്ക് പറ്റിയതില്ല. അമ്മായിക്ക് പറ്റിയതേ ഉള്ളൂ കേട്ടോ. മൊത്തം അമ്മായിക്ക് പറ്റിയതാ. കള്ളി ഉഴുത്തുരുമ്പേ ഉടഞ്ഞതേ. മതി മതി, കുറെ വെക്കണ്ട. മഴ, ചൂട് കപ്പ, മീൻകറി, കട്ടൻ. എന്താ വൈബ്? നല്ല പഞ്ഞി പോലത്തെ മീൻ. ഞാൻ ആദ്യമായിട്ട് കഴിക്കണേ മീൻ. അല്ലേ മാളു? കറി കിടിലം കേട്ടോ. നന്നായി ചിരിക്കണം. അടിപൊളി. നിനക്ക് തല അധികം ഇഷ്ടമല്ലേ മാളു? അതിൽ എനിക്ക് അതിന്റെ കണ്ണും അതിന്റെ ഉള്ളിലുള്ള ഒരു സാധനം ഇല്ലേ, അതും ഇഷ്ടമാണ്. വേറെ ഒന്നും ഇഷ്ടം. ഭയങ്കര പാടാണത് കഴിക്കാൻ. ഈ കപ്പ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടിരിക്കണ ഇഷ്ടം. മഞ്ഞപ്പൊടി ഇടുന്ന പോലും എനിക്കിഷ്ടമല്ല. വെള്ള കളറിലെ കപ്പ. മാളൂന് ഇഷ്ടമാണ് കടുക് വറക്കണൊക്കെ, അല്ലേ മാളു? മീൻകറി നല്ല എരിവ് കുറവ് അല്ലേ? ഉണ്ട്. അമ്മായിക്ക് പാവം അല്ലേ? നോക്കണോ? എനിക്ക് ഈ കായൽ മീൻ കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം എന്താ പറയുക, ഒരു മണ്ണിന്റെ ചുവ വരൂലേ? ഇല്ലേ? എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കായലല്ലല്ലോ, ആറ്റുവാള. ആറ്റുമീൻ. അയ്യോ, എരിവുണ്ടോ? എരിവില്ല. തേര് പിടിക്കാൻ മറന്നു.